നാഗാലാൻഡിൽ സായുധ സേനയ്ക്ക് പ്രത്യേക അധികാരം നൽകുന്ന നിയമം അഫ്സ്പ 6 മാസത്തേക്ക് കൂടി നീട്ടി കേന്ദ്രം. 8 ജില്ലകളിലും 21 പോലീസ് സ്റ്റേഷൻ പരിധികളിലും ഈ വർഷം സെപ്റ്റംബർ 30 വരെ നിയമം നിലനിൽക്കും. ക്രമസമാധാന സാഹചര്യം അവലോകനം ചെയ്തതിന് പിന്നാലെയാണ് നടപടി എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് അസ്പ നീട്ടാനായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. നിലവിലുള്ള സാഹചര്യം വിലയിരുത്തിയതിന് ശേഷമാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിനനുബന്ധമായിട്ട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഈ മേഖലകളിൽ കൃത്യമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുകയാണ് ഈ നിയമം 6 മാസം കൂടി വ്യാപിപ്പിച്ചതിൻ്റെ ലക്ഷ്യം. എല്ലായിടങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള പരിശോധനകളടക്കം ഉറപ്പാക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യവും ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം അവകാശപ്പെടുന്നുണ്ട്. നാഗാലാൻഡിൽ ഇത് തുടർച്ചയായിട്ടാണ് ഈ അഫ്സ്പ നീട്ടുന്ന നടപടികൾ എത്തുന്നത്. നാഗാലാൻഡിലെ സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള വെല്ലുവിളികൾ നേരിടാൻ ഈ നിയമം അനിവാര്യമാണ് എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ ജമ്മു കാശ്മീരിൽ ഈ അഫ്സ്പ പിൻവലിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുകയാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു. ഈ മേഖലയിൽ അടക്കം, വടക്കുകിഴക്കൻ മേഖലയിലടക്കം ഈ നിയമം പിൻവലിക്കപ്പെടും എന്നൊരു പ്രതീതി അതുണ്ടാക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് 6 മാസം കൂടി നാഗാലാൻഡിൽ ഈ നിയമത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.